ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന ന്യൂസുകളൊക്കെ നമ്മൾ കേട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം യുദ്ധ സാഹചര്യങ്ങളൊക്കെ 23 ടച്ച് ചെയ്യാണ്ട് നിഫ്റ്റിനെ ഏകദേശം 700-800 പോയിന്റുകളൊക്കെ താഴെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈസി ആയിട്ട് 23 ടച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സർവ്വസാധാരണമാണ്. ഏതെങ്കിലും ഇതേപോലൊക്കെ വളരെ പീക്കിലൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇതേപോലത്തെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ലോങ്ങിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. താഴെ വരുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായിട്ട് മുതലെടുക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് തീർത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ നല്ല ലെവൽസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടരുക. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഒരു പ്രൈസ് ആക്ഷന്റെ കാര്യങ്ങളും അത് പിക്ക് ചെയ്ത ഇതുകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, കാരണങ്ങൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാർക്കസ് ആൻഡ് ഫാർമ ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ, 1.5 ആഴ്ച മുന്നൊക്കെ എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ഒരു പ്രൈസ് ആക്ഷൻ പഠിപ്പിക്കേണ്ട ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിനെ ഒരു ഫ്ലാഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് 3 ഡ്രൈവ് എന്നൊക്കെയാണ് ഞാൻ ഇതിനെ പറയാറുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്കുകൾ എനിക്ക് അത്യാവശ്യം 20% ഷുവർ ടാർഗറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 161 ഇതിന്റെ ലെവല് ഏകദേശം ബ്രേക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞത്. അത് മാർക്കറ്റ് കുറച്ച് താഴെ വന്നപ്പോൾ ഒരു 154 വരെ വന്നു വെച്ച് കഴിഞ്ഞാലും ആ ഒരു ലൈനെ റെസ്പെക്ട് ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് ഏകദേശം 178 വരെയൊക്കെ പോയിട്ട് നല്ല പ്രോഫിറ്റ് ഒക്കെ തന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞ ആ ഒരു സമയം, ആ ഒരു പ്രൈസ് ഒക്കെ പറഞ്ഞത് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ച് കാണാം. അപ്പോൾ പ്രൈസ് ആക്ഷനുകൾ എപ്പോഴും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് പ്രൈസ് ആക്ഷനുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറയും. ഇത് കണ്ടോ ഈ ഫ്ലാഗ് ടൈപ്പ് പാറ്റേൺ, അല്ലെങ്കിൽ ഇതിനൊരു ബുള്ളിഷ് 3 ഡ്രൈവ്, ഇങ്ങനെയൊക്കെ പല പാറ്റേൺസ് ഉണ്ട്. അപ്പൊ ആ ഒരു പാറ്റേൺ ആണ് ഞാൻ ഇതിൽ ഈ ഒരു സ്റ്റഡിയിൽ ഞാൻ ഉപയോഗിച്ചത്. അതിന്റെ മാർക്കറ്റ് നെഗറ്റീവ് ആണെങ്കിൽ പോലും എനിക്കത് കിട്ടി. പക്ഷെ ഞാനത് ഒരു പോസിറ്റീവായിട്ട് പറയണില്ല. കാരണം കൊണ്ട് പല നല്ല ന്യൂസുകൾ ഉണ്ടായ കാരണം അത് പ്രോഫിറ്റ് കിട്ടി. പക്ഷെ മാർക്കറ്റ് ചിലപ്പോൾ ക്രാഷ് വരുമ്പോൾ തിരിച്ച് അത് താഴേക്ക് വന്നു വരാം. നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇൻഡസ്ട്രിയോട് ചേർന്ന് നിൽക്കണം. അത്യാവശ്യം ROC, ROE, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഫ്രീ ക്യാഷ് ഫ്ലോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ പിക്ക് ചെയ്തത്. ഈ സ്റ്റോക്ക് വളരെ താഴെ തന്നെ 40-45 റേഞ്ചിലൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നല്ല പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം വിറ്റിട്ട് ഇപ്പോൾ പിന്നെ വീണ്ടും അതൊരു നല്ലൊരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത സമയത്ത്, ബ്രേക്ക് ആയ സമയത്തൊക്കെ വീണ്ടും നമുക്ക് അങ്ങനെ ചെയ്താണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്റ്റോക്ക് ഒരു 120 എത്തുമ്പോൾ ബൈ ചെയ്യാനാണ് ഞാനൊക്കെ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ആഡ് ഓൺ ഡിപ്സ്, അതായത് 150, 140, 130, 120 ആ ഒരു ലെവലിൽ അങ്ങനെ കുറച്ചായിട്ട് വേണം. കാരണം അങ്ങനെ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ബൾക്ക് ബൈ അത്ര ബുദ്ധിയുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ ബാലൻസ് ഷീറ്റ് തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, അത്യാവശ്യം റിസർവ് സർപ്ലസും അതിന്റെ ബാറോവിങ് എത്രമാത്രം അതിന് വളരെ കുറവാണ്. ക്യാഷ് ഫ്ലോ നോക്കി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്, പോസിറ്റീവ് ക്യാഷ് ഫ്ലോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ നടത്തുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിയാൽ കാണാം. ഇൻവെസ്റ്റേഴ്സിന്റെ പാറ്റേൺ നിങ്ങൾ നോക്കുക, FIIs എത്ര ശതമാനമാണ്, ഡൊമസ്റ്റിക് എത്ര ശതമാനമാണ്, എത്ര അധികം കണ്ട് ഇവർ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ 2012 തൊട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക. സെയിൽസിൽ വന്നിട്ടുള്ള മാറ്റം, പ്രോഫിറ്റിൽ വന്നിട്ടുള്ള ജമ്പിങ്, EPS ഉണ്ടാകുന്ന ഗ്രോത്ത്, ഏറ്റവും മാനേജ്മെന്റ് ഇത്ര 10 കൊല്ലമായിട്ട് അവർ എങ്ങനെ പല മാർക്കറ്റ് സാഹചര്യങ്ങൾ തരണം ചെയ്തിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ്. ROE ഏകദേശം ലാസ്റ്റ് 10 ഇയേഴ്സ് 20% കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പോസിറ്റീവാണ്. സെയിൽസ് ഗ്രോത്ത് 16% 10 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അത്രയ്ക്കും ഫണ്ടമെന്റലും അത്രയ്ക്കും നല്ല മാനേജ്മെന്റ് ഉള്ള കാരണം കൊണ്ടാണ് ആ സ്റ്റോക്കൊക്കെ ആ സമയത്ത് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അതായത് നമ്മളെപ്പോഴും സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഇവിടുന്ന് ഒരു നല്ല സ്റ്റോക്ക്, ഒരു റെക്കമെൻഡേഷൻ അങ്ങനെയല്ല. നിങ്ങൾ ഒരു ചാർട്ടൊക്കെ എടുത്ത് അനലൈസ് ചെയ്തിട്ട് ഒരു പ്രൈസ് ആക്ഷൻ, അതിന്റെ ഫണ്ടമെന്റൽസ്, അത് എടുക്കാൻ പറ്റിയ ലെവലാണോ, അതാണ് മെയിനായിട്ട് ഇമ്പോർട്ടന്റ്. ലെവലാണോ, അല്ലാണ്ട് ഫണ്ടമെന്റൽസ് ഓക്കെ ആയതുകൊണ്ട് ഏത് ലെവലിൽ എടുക്കുക എന്നുള്ളതല്ല. അതിന്റെ ഏറ്റവും സൂപ്പർ ലെവലിലെ നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് നമുക്ക് പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ചാനൽ വഴിയൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, ജോയിൻ ബട്ടൺ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള
ആ ഒരു സ്റ്റഡി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, മാർക്കറ്റിന്റെ സാഹചര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നല്ല. കാരണം ഇതൊക്കെ ഓൾറെഡി 20%, 15% പ്ലസ് റാലി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു അഡ്വൈസറെ കണ്ട് അനലൈസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇവിടെ സ്റ്റോക്കിന്റെ സജഷൻ ഒന്നുമില്ല. ഞാൻ സ്റ്റഡി ചെയ്തിട്ട് ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ അത് ഇന്ന പാറ്റേൺ കൊണ്ടാണ്, അതൊക്കെ ഇങ്ങനെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം പിക്ക് ചെയ്യാം. ഇത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. നിഫ്റ്റി താഴെ പോയി കഴിഞ്ഞാലും നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക, കുറച്ചായിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ വെൽത്ത് ഡബിൾ ആക്കാനും ത്രിബിൾ ആക്കാനൊക്കെ ശ്രമിക്കുക. താങ്ക് യു.